ഈ നമ്മൾ കയറി ദൈവത്തെ പിടിക്കുന്നതും ദൈവം കയറി നമ്മളെ പിടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? അപ്പൊ എങ്ങനെയാ? കൊന്തയൊക്കെ പണ്ടൊക്കെ നന്നായിട്ടൊക്കെ ചെല്ലുമായിരുന്നല്ലോ. ഓ ഫാദർ ഇവിടുത്തെ ബിസി ഷെഡ്യൂളാച്ചാ, ബിസി ഷെഡ്യൂളാ. നമ്മളൊരു കുഴി കിടക്കുമ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം എന്തായിരിക്കും? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് ദൈവത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഓർത്തോണം, ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. നമ്മൾ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ കാര്യം ഈ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് ആരും കൂടെ ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം കുഴിയിലേക്ക് പതിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും എന്നെ ഒരിക്കലും നാശത്തിന് വിട്ടുകൊടുക്കാതെ എന്നെ കൈക്ക് പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങോട്ട് നോക്കിക്കേ, ഈ നമ്മൾ കയറി ദൈവത്തെ പിടിക്കുന്നതും ദൈവം കയറി നമ്മളെ പിടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. നമ്മുടെ ചില സമയത്ത് തമ്പുരാൻ കർത്താവിനെ പിടിക്കുന്ന പിടുത്തം കണ്ടിട്ടില്ലേ? അതൊരു ഭീകര പിടുത്താണല്ലേ. ILTC പാസ്സാകാൻ, ആ പരീക്ഷ പാസ്സാകാൻ, ഈ പരീക്ഷ പാസ്സാകാൻ, സർട്ടിഫിക്കറ്റ് ശരിയാകാൻ, വിസ ശരിയാകാൻ വേണ്ടി 10 ദിവസം 9 ദിവസം 30 ദിവസം എവിടെയാ പോകണ്ടേ? യൂദാത്തദേവൂസാണ്, അന്തോനിസ് പുണ്യവാനാണ്, പോട്ടയിലാണോ, കൃപാസനത്തിലാണോ, എവിടെയാ പോകണ്ടേ? മുറുകെ പിടിക്കും. കിട്ടിക്കഴിഞ്ഞാലോ? കിട്ടിക്കഴിഞ്ഞാലോ? പറ, കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ? കിട്ടും. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നേടും. പിന്നെ പള്ളി പോകാൻ സമയമില്ല. അച്ഛൻ അറിയത്തില്ലേ, ഞാൻ UK ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് UK ജോലി കിട്ടിപ്പോയ, അല്ലെ സ്റ്റുഡന്റ് വിസയിൽ പോയ ഒരു പെൺകുട്ടി കണ്ടുമുട്ടിക്കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഇവിടെ എങ്ങനെയാ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? അച്ഛാ, ഇത് കൾച്ചറൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന കൾച്ചറല്ലേ അച്ഛാ, ഇവിടെ അങ്ങനെ പള്ളിയിലൊന്നും നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും ഇല്ല. അപ്പൊ എങ്ങനെയാ? കൊന്തയൊക്കെ പണ്ടൊക്കെ നന്നായിട്ടൊക്കെ ചെല്ലുമായിരുന്നല്ലോ. ഓ ഫാദർ ഇവിടുത്തെ ബിസി ഷെഡ്യൂളാ അച്ഛാ, ബിസി ഷെഡ്യൂളാ. അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല, അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടുത്തെ മൊത്തം വ്യത്യാസം അച്ഛാ, നാട്ടിലെ പോലെയൊന്നും അല്ല, മൊത്തം വ്യത്യാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു അല്ലേ, ഒരാവശ്യത്തിന് ഇങ്ങനെ മുട്ടിപ്പായിട്ട് പിടിച്ച് 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 കാര്യം നടന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിട്ടുകളയും. എൻ്റെ വീടിനടുത്തുള്ള ഒരു കുടുംബത്തില് അവര് ഈ കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥന, എൻ്റെ ദൈവമേ എന്തോരം നാളെ അവർ പ്രാർത്ഥിച്ചെന്നറിയോ? ഭയങ്കരമായ പ്രാർത്ഥനയായിരുന്നു. നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് അവർ കൊച്ചുണ്ടായത്. അവരെല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ അമ്മ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുണ്ടായതിന് ശേഷം അധിക നാളൊന്നും ഇവരെ ഞാൻ പള്ളി കണ്ടിട്ടില്ല. ഞാൻ പിന്നീട് നാട്ടിലൊരു അവധിക്ക് ചെന്നപ്പോഴത്തേക്ക് ഇവരെ പള്ളി കാണാത്തതുകൊണ്ട് ഇവരുടെ വീട്ടിലോട്ട് ഞാൻ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പണ്ട് പള്ളിയിൽ വന്ന് മുട്ടിപ്പായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നതല്ലേ, ഇപ്പൊ എന്താ പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ? അച്ഛാ, ഈ കൊച്ചുണ്ടായതിന് ശേഷം ഉണ്ടല്ലോ പള്ളിയിലൊന്നും പോകാൻ സമയമില്ല അച്ഛാ. കൊച്ചുണ്ടായതിന് ശേഷേ പള്ളിയിലൊന്നും പോകാൻ സമയമില്ല. ഇപ്പൊ ഈ കൊച്ചിനെയും കൊണ്ട് പോയാൽ തന്നെ അവിടെ കിടന്ന് കരയുകയൊക്കെ ചെയ്താൽ മറ്റുള്ളവർക്കൊരു ഭാരമല്ലേ. അതുകൊണ്ട് ഇപ്പൊ പള്ളിയിൽ പോക്ക് നിന്നു, പ്രാർത്ഥന കുറഞ്ഞു. ശ്രദ്ധ എങ്ങോട്ടായി? ആ പിടിച്ച സംഭവം കിട്ടിയല്ലോ, ഇനി കിട്ടിയതിൽ ഇങ്ങനെ ഇരിക്കുക. നീ ഓർത്തോണം, നീ പിടിക്കുന്നതും തമ്പുരാൻ കർത്താവ് പിടിക്കുന്നതും വ്യത്യാസമുണ്ട്. നീ ആവശ്യം കഴിയുമ്പോൾ ഇട്ടിട്ട് പോകും. എന്നാൽ ബൈബിൾ വചനം പഠിപ്പിക്കുന്നു, ദൈവം വിശ്വസ്തനാണ്. പറഞ്ഞേ, ദൈവം വിശ്വസ്തനാണ്. ഒച്ചത്തിൽ പറ, ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ.
വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ദാനിയേലിന്റെ പ്രവചനം വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 38-ാം തിരുവചനം. ദാനിയേൽ പറഞ്ഞു, ദൈവമേ 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 അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പൊ ദാനിയേൽ ഇത് പഠിപ്പിക്കുകയാണ്. കരങ്ങൾ താഴ്ത്തിക്കോ. ദാനിയേൽ ഇത് പഠിപ്പിക്കുകയാണ്. ഞാൻ കുഴി കിടന്നപ്പോൾ ദൈവം വിശ്വസ്തനാണ്. ദൈവം എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു. നമ്മളൊരു കുഴി കിടക്കുമ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം എന്തായിരിക്കും? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബർത്തിമ്യൂസ് കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദാവീദിന്റെ പുത്ര എന്റെ മേൽ കരുണയായിരിക്കണേ. നാട്ടുകാരെന്ത് പറഞ്ഞു? പ്രാർത്ഥിച്ചോടാ അങ്ങനെയാണ് പറഞ്ഞേ. എന്താ പറഞ്ഞേ? മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 48-ാം തിരുവചനം, നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിനക്കൊരു പ്രശ്നം ഉണ്ടായാൽ, നിനക്കൊരു പ്രതിസന്ധി, നീ ഒരു കുഴിയിൽ വീണാൽ, നീ ഒരു അബദ്ധത്തിൽ പെട്ടാൽ, നിനക്കൊരു തെറ്റായ തീരുമാനം ഉണ്ടായാൽ, മറ്റുള്ളവർ നിന്നെ കരുതുന്നത് എന്താ? മിക്കവാറും എന്തായിരിക്കും പറയണേ? അവൻ അങ്ങനെ തന്നെ വേണം. നാളുകൾക്ക് മുമ്പ് ഒരു വൈദികനെ കുറിച്ച് ചില ശരിയല്ലാത്തൊരു കഥകളൊക്കെ ഒരു സെന്ററിൽ ഇങ്ങനെ പരക്കുക. അപ്പൊ ഞാനിങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോ അവരുടെ ചർച്ചാ വിഷയം ഈ അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ നോക്കുമ്പോ ഒരാൾ അവിടെ ഇരുന്ന് പറയാ, ഈ അച്ഛൻ, അയ്യോ അത്രയും നാൾ ഈ അച്ഛനെ വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന, ഇപ്പൊ ഈ വട്ടത്തിൽ ഇരുന്നുകൊണ്ട് പറയാ, അല്ലെങ്കിലും പണ്ടേ ഇയാൾ ഇങ്ങനെയാ, സെമിനാരി പഠിക്കുമ്പോ മുതൽ ഇങ്ങനെയായിരുന്നു, പട്ടം കിട്ടിയ അന്ന് മുതൽ ഇങ്ങനെയായിരുന്നു, ഇയാളുടെ സ്വഭാവം പണ്ടേ ശരിയല്ല. ഇത്രയും നാളും അയ്യോ ഈ അച്ഛനാണ് അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളുകളാണ് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ദേ പെട്ടെന്ന് അങ്ങോട്ടെടുത്ത് പ്ലേറ്റ് മാറ്റി കളഞ്ഞു. പണ്ടേ ഇങ്ങനെയാണ്, പണ്ടേ ഇയാൾക്കൊരു കള്ളലക്ഷണമുണ്ട്, പണ്ടേ സെമിനാരി പഠിക്കുമ്പോ ഇങ്ങനെയാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇത്രയും നാളും ഈ അച്ഛനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നവര് ഒരു പ്രശ്നം ഉണ്ടായപ്പോ ദേ ഇട്ടിട്ട് പോയി. നിനക്കും ഇങ്ങനെയൊക്കെ തന്നെ. അച്ഛന്മാരുടെ കാര്യം മാത്രമല്ല, ഒരു സങ്കടം, ഭാരം, കുഴിയിൽ പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ നാട്ടുകാര് മാറിയിരുന്ന് പറയും, അങ്ങനെ തന്നെ അവർക്ക് വേണം, അല്ല അവന്റെ ഒക്കെ നടപ്പ് കണ്ടില്ല, ഇങ്ങനെ തന്നെ വേണം. മറ്റുള്ളവരൊന്നും നിന്റെ ജീവിതത്തെ സഹായിക്കാൻ കൂടെയുണ്ടാവില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ നിന്നെ തകർക്കുന്ന തരത്തിൽ സംസാരിക്കും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം നിനക്കൊരു പ്രശ്നമുണ്ടായാൽ, നീ ഒരു കുഴിയിൽ വീഴുന്ന ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ, ദൈവം വിശ്വസ്തനാണ്, ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ദാനിയേല് 7 സിംഹങ്ങളുള്ള കുഴിക്കകത്ത് ഇങ്ങനെ കിടക്കുവാണ്, പട്ടിണിക്ക് കിടക്കുകയാണ്. ഒരു ദിവസം മാറി, 2 ദിവസം മാറി, 3 ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഒരു സുന്ദരമായ കാര്യം പഠിപ്പിക്കും. ഹബക്കൂക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. 14-ാം അധ്യായം 33-ാം തിരുവചനം. ആ കാലത്ത് ഹബക്കൂക്ക് പ്രവാചകൻ യൂദായിൽ ഉണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ ഹബക്കൂക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കൂക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല, സിംഹക്കുഴിയെ പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. കണ്ടോ, ദാനിയേല് കിടക്കുന്ന സിംഹക്കുഴി, ബാബിലോണിലെ സിംഹക്കുഴി. അങ്ങ് ദൂരെയുള്ള ഒരു പ്രവാചകൻ, അവന്റെ പൊടിച്ച മാവൊക്കെ ആയിട്ട്, അപ്പമൊക്കെ ആയിട്ട് വയലില് പോവുക. പാടശേഖരത്തേക്ക് പോകുമ്പോ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് ഹബക്കൂക്കിനോട് പറഞ്ഞു, ഹബക്കൂക്ക് നീ പോണം. എങ്ങോട്ട് പോണം? സിംഹക്കുഴിയിൽ നീ ചെല്ലണം. ദാനിയേലിന് നീ കൊണ്ട് ഈ അപ്പം കൊണ്ട് കൊടുക്കണം, അവൻ പട്ടിണിക്ക് കിടക്കുക. ഉടനെ ഹബക്കൂക്ക് പറയുക, അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ, ഈ സ്ഥലം എവിടെയാ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അടുത്ത വചനം. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് പൊക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായു വേഗത്തിലെത്തിച്ചു. ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ,
ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ കുഴിയിൽ കിടക്കുമ്പോൾ, നീ ഒരു അബദ്ധത്തിൽ കിടക്കുമ്പോൾ, നീ ഒരു പെട്ടു എന്ന് കരുതി ഇങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോൾ, നീ ഓർത്തോണം, നീ വിചാരിക്കാത്ത സ്ഥലത്തു നിന്ന് ദൈവം നിനക്ക് വേണ്ടി സഹായം എത്തിക്കും. എല്ലാ വാതിലും അടഞ്ഞു എന്ന് കരുതുമ്പോൾ നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പ്രതീക്ഷിച്ച സ്ഥലത്തു നിന്നൊന്നും സഹായം കിട്ടിയിട്ടില്ല, മൊത്തം നിരാശയും ദുഃഖവും. എന്നാൽ നിനക്ക് ദൈവത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഓർത്തോണം, ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. അതാ ദാനിയേൽ പറഞ്ഞു, ദൈവമേ, ഏതാ വചനം? ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയാ. വായു വേഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകനെ സിംഹക്കുഴിയുടെ മുകളിലെത്തിച്ചു ദൈവം. എന്നിട്ട് അവിടെ പട്ടിണിക്ക് കിടന്ന ദാനിയേലിന് ഭക്ഷണം കൊടുത്തു ദൈവം. അപ്രതീക്ഷിതമായ സംഭവങ്ങളിലൂടെ ദൈവം അതിങ്ങനെ ക്രമീകരിക്കും. ദൈവം ക്രമീകരിക്കും. പ്രൈസ് ദി ലോർഡ്. വലതും ഇടതും ഇരിക്കുന്നവരോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞ ദൈവം ക്രമീകരിക്കും. പറഞ്ഞുകൊട്. ഹല്ലേലൂയാ. ഇനി രസകരമായൊരു വചനമുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 14:40. 7-ാം ദിവസം, 6 ദിവസം കഴിഞ്ഞല്ലോ, പട്ടിണി കിടക്കുവാണ്. അപ്പൊ രാജാവും അവിടെയുള്ളവർ എന്ത് ചിന്തിച്ചു? ഇവന്റെ കഥ കഴിഞ്ഞു, ഇവന്റെ കഥ കഴിഞ്ഞു. 7-ാം ദിവസം രാജാവ് ദാനിയേലിനെ പ്രതി വിലപിക്കാനെത്തി. അവൻ മരിച്ചല്ലോ, ചത്തുപോയല്ലോ, സിംഹം അവനെ തിന്നിട്ടുണ്ടല്ലോ, അവനെ പ്രതി വിലപിക്കാൻ, കരയാനെത്തി. എന്നാൽ ബൈബിൾ വചനം പറയുന്നു, അവൻ വന്ന് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയേൽ അവിടെ ഇരിക്കുന്നത് കൊണ്ടു. അങ്ങനെ തന്നെയാ, അവൻ അവിടെ ഇങ്ങനെ നല്ല സുഖമായിട്ടിരിക്കുന്നു. എവിടെ? സിംഹക്കുഴിയിൽ. പെട്ടു എന്ന് കരുതിയ സ്ഥലത്ത്, ജീവിതം തീർന്നു എന്ന് കരുതിയ സ്ഥലത്ത് ദൈവം അവനെ ഇങ്ങനെ ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സിംഹക്കുഴിയുടെ പോലെയുള്ള ദുർഘടമായ അനുഭവത്തിൽ ദൈവം നിന്നെ സേഫായി അവിടെ ഇരുത്തും. ദൈവം അവിടെ പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി ദൈവം, നീ ഇന്നോളം വിചാരിക്കാത്ത വഴി തുറന്ന് ദൈവം നിന്നെ അവിടെ എത്തിക്കും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പറഞ്ഞേ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ചാടി എഴുന്നേറ്റ് നിന്നേ. ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസിക്കാൻ പോവാ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോ. ദാനിയേലിന്റെ പുസ്തകം 14:38. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ദൈവമേ, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവം എത്ര വലിയ ദുർഘടം പിടിച്ച അനുഭവമായിക്കൊള്ളട്ടെ, എത്ര വലിയ കുഴിക്കകത്തായിക്കൊള്ളട്ടെ, ഇന്നലകളിലെ തെറ്റായ തീരുമാനം, പാപവഴികൾ, ഇനി നിനക്ക് രക്ഷയില്ല എന്ന് നീ കരുതുന്ന അനുഭവം, കഴിവില്ല എന്ന് കരുതുന്ന അനുഭവം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപക്ഷെ നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത വണ്ണം നീ അനുഭവിക്കുന്ന സങ്കടവും ദുഃഖവും എന്തുമായിക്കൊള്ളട്ടെ, ഏത് കുഴിയിലാണോ കിടക്കുന്നത്, കർത്താവ് ആ കുഴിയിൽ നിനക്ക് വേണ്ടി സംരക്ഷണം ഉറപ്പിക്കും. കാരണം ദൈവം വിശ്വസ്തനാണ്. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതാനുഭവം എന്തുമായിക്കൊള്ളട്ടെ, വിശ്വസിച്ചോ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. എൻ്റെ മുമ്പിൽ ദൈവം ഒരു വഴി തുറക്കും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ദാനിയേലിനെ മനസ്സിൽ കാണണം. ദാനിയേല് സിംഹക്കുഴിയിൽ 6 ദിവസം പട്ടിണി കിടന്ന് 6-ാം ദിവസം ദൈവത്തിന്റെ ദൂതൻ ഇതാ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ അവിടെ എത്തിക്കപ്പെട്ട ഭക്ഷണം അവന്റെ ജീവിതത്തിലെ വിശപ്പ് മാറ്റിയെങ്കിൽ, അതുപോലെ കർത്താവ് ഞാനും വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിലെ പട്ടിണിയും ദുരിതവും ഭാരവും, എൻ്റെ ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളുടെ മുമ്പിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ ഒരുപക്ഷെ ദൈവത്തെ കൈവിട്ടിട്ടുണ്ടെങ്കിലും ദൈവം കൈവിടില്ല. കാരണം ദൈവം വിശ്വസ്തനാണ്. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ആ ദൈവത്തെ സ്നേഹിക്ക്. അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലും വ്യാപരിക്കപ്പെടട്ടെ. തിരുവിനാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ, കഴുകേണമെന്നെയും എന്റെ പൊന്നു കർത്താവേ. പൊന്നു കർത്താവേ, ചേർന്ന് പ്രാർത്ഥിച്ചെന്ന് പാടിക്കേ. തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ, എന്റെ പൊന്നു കർത്താവേ. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുറിവുകൾ, നമ്മളേറ്റ മുറിവുകൾ, അതേത് വലിയ ഭീകര മുറിവുകളുമായിക്കൊള്ളട്ടെ, ആ മുറിവുകളെ ഈശോ സൗഖ്യപ്പെടുന്നു വിശ്വസിക്കുക. ഈ മുറിവുകൾ മറ്റുള്ളവർക്ക് കൊടുത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനല്ല, മറിച്ച് ഈ മുറിവുകൾ സൗഖ്യപ്പെടാനുള്ളതല്ലേ. കർത്താവേ, എൻ്റെ വായിൽ നിന്നും എൻ്റെ സംസാര രീതികളിൽ നിന്നും എൻ്റെ പ്രവർത്തികളിൽ നിന്നും ഒരു മനുഷ്യനെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ഏറ്റ മുറിവുകൾ എനിക്കൊരു സൗഖ്യമായിട്ട് മാറാൻ യേശുവേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എന്നിൽ ഇടപെടണമേ. തിരുവിനാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ, എന്റെ പൊന്നു കർത്താവേ. ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാവരും തിരുവിനാവിൽ തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ, എന്റെ പൊന്നു കർത്താവേ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക. അതിനുശേഷം സാധിക്കുന്ന എല്ലാവരും ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കണേ. ഈ രണ്ടുപേരായി ഒന്ന് മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാമോ? നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊന്ന് ഈ രണ്ടുപേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്ന് നിന്റെ മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ നിങ്ങളുടെ വലതുകരം വയ്ക്കൂ. ഇടതുകരം നെഞ്ചോട് ചേർത്തൊന്ന് പ്രാർത്ഥിച്ചേ. വലതുകരം മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ വെച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ചിന്തിക്കുക, നിന്റെ ഉള്ളിൽ നീ ഏറ്റ മുറിവുകൾ അതെവിടെ നിന്നാണ്? ഒരുപക്ഷെ നീ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട കാലഘട്ടത്തിൽ അമ്മയിൽ നിന്ന് ചില മുറിവുകൾ നിനക്ക് വന്നിട്ടുണ്ടാവും. കുടുംബത്തിലെ ദാരിദ്ര്യവും വേദനയും കഷ്ടപ്പാടും നിന്റെ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നീ വളർന്ന ഓരോ പശ്ചാത്തലങ്ങൾ, നിന്റെ വീട്ടിലെ ജനനം, ഒരുപക്ഷെ ഒരു ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചപ്പോൾ പെൺകുഞ്ഞ് ജനിച്ചതും പെൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചപ്പോൾ ആൺകുഞ്ഞ് ജനിച്ചതുമൊക്കെ കുടുംബത്തിൽ വലിയ അസ്വസ്ഥതയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ടാവും. നിന്റെ ഉള്ളിലേക്കൊരു മുറിവായി മാറിയിട്ടുണ്ടാവും. നിന്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ നിനക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതെ ഒറ്റപ്പെട്ട് അനുഭവിച്ച് വളർന്നൊരു കാലഘട്ടമുണ്ടാവും. കഴിവില്ലാത്തവനെന്നും ഗുണമില്ലാത്തവനെന്നും പറഞ്ഞ് നിന്നെ മുദ്ര കുത്തിയിട്ടുണ്ടാവും. ആരെങ്കിലും നിന്നെ അപമര്യാദയായിട്ട് പെരുമാറി നിന്നെ നശിപ്പിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഓർക്കുന്തോറും വിഷമം വരുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവും. കുടുംബത്തിൽ വേണ്ടത്ര തരത്തിൽ അംഗീകാരം കിട്ടാതെ ഒറ്റയ്ക്കിരുന്ന് വളർന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു അനുഭവത്തിലായിട്ടുണ്ടാവും. ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല എന്ന് കരുതി ജീവിതത്തിൽ വിഷമിച്ച ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. വളർച്ചയുടെ പടവുകളിൽ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ വേണ്ടത്ര രീതിയിൽ പഠിക്കാനൊന്നും പറ്റാത്ത വണ്ണം ഒരുപക്ഷെ ഏതെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് ജീവിതത്തിൽ താളം തെറ്റിയവരുണ്ടാകും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില ദുശീലങ്ങൾ, ചില ജീവിതത്തിലെ ശൈലികൾ നിനക്ക് ആ ചെറുപ്പകാലത്തിൽ വന്നത് ഇന്നും നിന്നെ പീഡിപ്പിക്കുന്നുണ്ടാവും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചെറുപ്പകാലം മുതലുള്ള ചില ദുശീലങ്ങൾ അതെത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറാതെ ചിലരെ പീഡിപ്പിക്കുന്നുണ്ടാവും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് കരുതി വിഷമിക്കുന്നവരുണ്ടാവും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ വിവാഹം ചെയ്തവര്, ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ജീവിത പങ്കാളി, ഒരു ജീവിത ശൈലി ഈ വ്യക്തിയോട് ചേർന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കുന്നെന്ന് കരുതുന്നവരുണ്ടാകും. നിനക്ക് നിന്റെ ജീവിത പങ്കാളിയിലൂടെ കിട്ടിയിട്ടുള്ള മുറിവുകൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ സ്വസ്ഥതയും സന്തോഷവും നശിപ്പിക്കുന്ന ഓരോ അനുഭവങ്ങളും, കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും യേശുവേ, യേശുവേ, തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ. തിരുവിനാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെയും
പൊന്നു കർത്താവേ. യേശുവേ പ്രാർത്ഥിക്കുന്നു. തിരുനിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ എന്റെ പൊന്നു കർത്താവേ. ആ വ്യക്തിയുടെ ശിരസിൽ ഒന്ന് കരങ്ങൾ വെച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിന്റെ മുറിവുകൾ മനസ്സിലാക്കുന്ന ഈശോ, നിന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് ഒരു ഉത്തരം നൽകുന്ന കർത്താവ് നിന്നിലൂടെ ചില കാര്യങ്ങൾ ഈ ദേശത്ത് പ്രവർത്തിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും ഇടപെടട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ വ്യക്തിയിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ആരാധന 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 ആരാധന. കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ സൗഖ്യം ഓരോ വ്യക്തികളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത സമയമാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയോടും അത്ഭുതകരമായിട്ട് സംസാരിക്കുന്നുണ്ട്. വിശ്വസിച്ച് സ്വീകരിക്കണം. ജീവിത പങ്കാളിക്ക് വന്ന രോഗപീഠ, വല്ലാണ്ട് സങ്കടത്തിലാണ്. നീ വിഷമിക്കേണ്ട. നിന്റെ സഹായം നിന്റെ ജീവിത പങ്കാളിക്ക് അത്യാവശ്യമാണ്. ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, തകർന്നുപോയി. എന്നാൽ നീ വിശ്വസിക്കണം, നിന്നിലൂടെയാണ് നിന്റെ ജീവിത പങ്കാളിയെ നേടിയെടുക്കേണ്ടത്. നിന്നിലൂടെയാണ് നിന്റെ ജീവിത പങ്കാളിയെ നേടിയെടുക്കേണ്ടത്. നിനക്കുണ്ടാവുന്ന മുറിവുകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാനല്ല, മറിച്ചത് സൗഖ്യപ്പെടാനുള്ളതാണ്. മദ്യപാനിയായ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു സഹോദരിക്ക് ബലം നൽകുന്നു. കുറ്റം പറഞ്ഞും വഴക്കിട്ടുകൊണ്ടും ഇരിക്കേണ്ട, മറിച്ച് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ബലം. പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതികൾ, കർത്താവ് അവർക്ക് കുഞ്ഞിനെ കൊടുത്ത സമയത്ത് അവർ വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ നാളുകളായ ഒരു വിഷമത്തിലാണ്. നിങ്ങൾക്കുണ്ടായ ജീവിത അനുഭവങ്ങൾ, നിങ്ങൾക്ക് കർത്താവ് ചില അനുഗ്രഹങ്ങൾ നൽകി നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വിശ്വസിക്കണം, കർത്താവ് നിങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്നു, ജീവന്റെ വിലയെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം. ജീവന്റെ വിലയെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കണം. കർത്താവ് ഈ കഴിഞ്ഞ നാളുകളിൽ നിന്നെ ദുരിതത്തിലൂടെ നയിച്ചത് ചില പാഠങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ്. കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. ചില രോഗങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ വിഷമിക്കുന്നവര് ഇപ്പോൾ നീ പ്രാർത്ഥിക്കുക. ഈ രോഗം ഉണ്ടായത് കൊണ്ട്, ഈ രോഗം നീ സഹിക്കുന്നത് കൊണ്ട് നിന്റെ വീട്ടിൽ ചില അനുഗ്രഹങ്ങൾ സംഭവിക്കുന്നില്ലേ? വിശ്വസിക്കൂ. ഈ സഹനം കുടുംബത്തിനൊരു അനുഗ്രഹമാണ്. ഈ സഹനം കുടുംബത്തിനൊരു അനുഗ്രഹമാണ്. വിശ്വസിക്കണം. കർത്താവ് ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിത് സംഭവിക്കപ്പെടട്ടെ. ഞങ്ങളിത് സംഭവിക്കപ്പെടട്ടെ. യേശുവിൻ്റെ അത്ഭുതകരമായ ശക്തി അനേകരിലേക്ക് ഒഴുകപ്പെടുന്നു. നിന്റെ നടുവ് വേദന, അവിടെ വിഷമിച്ച് നടുവേദന മൂലം ആയിരിക്കുന്ന വ്യക്തി, നിന്റെ നടുവേദന കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കൂ. ഈ സഹനം മകന് വേണ്ടി കാഴ്ചവെക്കൂ. കാരണം അത് മകൻ അനുഗ്രഹമാണ്, മകൻ ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് മകന് ബലം. ഈ സഹനം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കൂ. അസ്വസ്ഥപ്പെടേണ്ട, അതുവഴി അനുഗ്രഹം ലഭിക്കും. കർത്താവിൻ്റെ കാരുണ്യത്തിൽ വിശ്വസിക്കുക. നീ ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥയും നിന്റെ കർത്താവിന് മനസ്സിലാകും. തെറ്റായ സ്നേഹബന്ധത്തിൽ പെട്ടിട്ട് ഇപ്പോൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന മകളെ, നീ വിശ്വസിക്കൂ. നിനക്കുണ്ടായ പരാജയം, തെറ്റായ തീരുമാനം നിന്നിലൂടെ അനേകർ വിശുദ്ധീകരിക്കപ്പെടാനാണ്. സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഓർത്തോർത്തോണ്ടിരിക്കണ്ട, മറിച്ച് ജീവിതത്തെ ബലപ്പെടുത്തുക. കുരിശിൽ കിടക്കുന്നവൻ നിന്നെ ബലപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വ്യക്തിയിലേക്കും കർത്താവിൻ്റെ കൃപയൊഴുകുന്നു. മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കണം, കുരിശിൽ കിടക്കുന്നവൻ എൻ്റെ വേദന അറിയാവുന്നവനാണ്, എന്നേക്കാളും സഹിച്ചവനാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഈ കുരിശ് എൻ്റെ കൂടെയുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നിന്റെ മേൽ കുരിശ് നൽകുന്ന ഒരു സംരക്ഷണ ആശീർവാദമാണ്. സ്വീകരിച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന.